എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യണോ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യണോ എന്നുള്ളത്. സോ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ക്യാപിറ്റൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേ സമയത്ത് നമ്മൾ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോട്ട് സൈസിന്റെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ കുറഞ്ഞത് നമുക്ക് 1 ലക്ഷത്തിന് മിനിമം ക്യാപിറ്റൽ നമുക്ക് വേണം. മൂവ്മെന്റ് ഇഷ്ടപ്പെടുന്ന ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ അങ്ങനെയെങ്കിൽ സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഫണ്ട് ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാം. കാരണം സ്റ്റോക്സിൽ നല്ല മൂവ്മെന്റ് എന്തായാലും ഉണ്ടാകും. അതേ സമയത്ത് നമുക്കറിയാം ഇൻഡെക്സിൽ നമ്മളിപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ദിവസം അധികം മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 മുതൽ 10% നിങ്ങൾക്ക് മൂവ്മെന്റ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റോക്സിൽ ലഭിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ഇൻഡെക്സിൽ ലഭിക്കില്ല. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ഏർണിംഗ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്സിൽ നമുക്ക് ഏർണിംഗ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ 3 മാസം കഴിയുമ്പോൾ ക്വാർട്ടർലി ഏർണിംഗ്സ് ഉണ്ട്. ആ ഒരു സമയത്ത് നല്ല മൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ പല ഓപ്ഷൻ സ്ട്രാറ്റജീസ് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളിപ്പം ഏർണിംഗ്സ് ട്രേഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്റ്റോക്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം.